ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറ്റിക് കോഡാണ് കേട്ടോ. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് mRNA സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ mRNA എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ DNA replication നടന്നപ്പോൾ the DNA polymerase enzyme it was able to add the deoxyribonucleotide according to the complementarity അല്ലേ. എക്ക് ആണെങ്കിൽ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ടി ആഡ് ചെയ്യായിരുന്നു, ജിക്ക് ആണെങ്കിൽ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സി ആഡ് ചെയ്യായിരുന്നു, അതേപോലെ വൈസ് വേഴ്സ they were able to add the complementary bases. അതേപോലെ തന്നെ RNAയുടെ കേസിൽ during transcription DNA it was able to synthesize an RNA on the DNA template strand by using an enzyme RNA polymerase enzyme. ഈ RNA polymerase enzyme കോംപ്ലിമെന്റാരിറ്റി ഉണ്ടായിരുന്നു. അഡിനൈൻ എവിടെയാണ് നിൽക്കുന്നത് അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള യുറാസിൽ they were adding, and guanine against that cytosine were adding, and opposite to that like T if it is present A were added on that place, and C if it is present guanine it was added. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയാൽ നമുക്ക് mRNA സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ mRNA ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് എന്തായിട്ടാണ് മാറ്റേണ്ടത്? അമിനോ ആസിഡ് ആയിട്ടാണ് മാറ്റേണ്ടത്. സോ അമിനോ ആസിഡ് ആയിട്ട് മാറ്റണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ജനറലി പ്രോട്ടീനിൽ കാണുന്ന 20 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ആണ്. 20 തരത്തിലുള്ള അമിനോ ആസിഡ് ആണ് ജനറലി പ്രോട്ടീനിൽ കാണുന്ന കോമൺ അമിനോ ആസിഡ് എന്ന് പറയുന്നത് 20 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ആണ്. ഈ 20 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫിനൈൽ അലനിൻ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PHE, അതുപോലെ F, അതൊക്കെ അതിന്റെ അബ്രീവിയേഷൻ, അത് സ്മോൾ എന്താ പറയാ എളുപ്പം നമുക്ക് ഓർത്തിരിക്കാനും എഴുതി വെക്കാനും ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫിനൈൽ അലനിൻ PHE ആൻഡ് F. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് F, ആൽഫബറ്റിക്കൽ ലെറ്റർ F. ല്യൂസിൻ LEUL, ഐസോലൂസിൻ ILEI, മെഥിയോനിൻ, വാലിൻ, സെറിൻ, പ്രോലിൻ, ത്രിയോനിൻ, അലിനിൻ, തൈറോസിൻ, ഹിസ്റ്റിഡിൻ, glutamine, asparagine, lysine, aspartic acid, glutamic acid, cysteine, tryptophan, arginine, glycine. ഇതാണ് 20 തരത്തിലുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഈ 20 തരത്തിലുള്ള അമിനോ ആസിഡിന് നമുക്ക് mRNAയിൽ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട്? ആകെ 4 ന്യൂക്ലിയോടൈഡ് ഉള്ളൂ. ഞാനിവിടെ mRNA 5' to 3' ഡയറക്ഷൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എഴുതി വെച്ചേക്കുന്ന കോഡോൺ എന്ന് പറയുന്നത് AUGC AUGC അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത്. സേ ഹിയർ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആവണം ഈ 20 അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അല്ലാതെ എന് മാത്രം ഒരു അമിനോ ആസിഡ് ആയിട്ട് മാത്രം ഒരു അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ന്യൂക്ലിയോടൈഡും ഓരോ അമിനോ ആസിഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ആകെ നമുക്ക് എത്ര അമിനോ ആസിഡ് ഉണ്ടാവുമായിരുന്നുള്ളൂ? 4 അമിനോ ആസിഡേ ഉണ്ടാവുമായിരുന്നുള്ളൂ. അപ്പൊ ഈ ഡീകോഡിങ് ദ ന്യൂക്ലിയോടൈഡ് ഇൻ ദ mRNA ഇൻ ദ ഫോം ഓഫ് അമിനോ ആസിഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അതൊരു വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ പ്രോസസ്സ് തന്നെയായിരുന്നു. നമുക്ക് mRNA ട്രാൻസ്ലേഷൻ ചെയ്ത് അമിനോ ആസിഡിന്റെ ഫോമിലേക്ക് ആക്കി, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അമിനോ ആസിഡ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ഫോമിലേക്ക് ആക്കാൻ ഭയങ്കര ഒരു എഫേർട്ട് എടുത്ത ഒരു എക്സ്പെരിമെന്റൽ പ്രോസസ്സ് തന്നെയാണ്. ഇത് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ കുറെ ഫിസിസിസ്റ്റും ബയോകെമിസ്റ്റും ജനറ്റിസ്റ്റും ഒക്കെ കൂടിയിട്ടാണ് ഇതിനെ ജനറ്റിക് കോഡോണിനെ ഡെസിഫർ ചെയ്യാൻ ശ്രമിച്ചത്. അതിനകത്ത് ജോർജ് ഗാമോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജോർജ് ഗാമോ ഹീസ് എ ഫിസിസിസ്റ്റ്. ഓക്കെ, ജോർജ് ഗാമോ എന്ന് പറയുന്ന ഫിസിസിസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ 3 ന്യൂക്ലിയോടൈഡ് വെച്ച് ഓരോ അമിനോ ആസിഡ് 3 ന്യൂക്ലിയോടൈഡ് കൂടി ഒരു ജനറ്റിക് കോഡായിട്ട് ആക്ട് ചെയ്ത് അത് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we will get a combination of 64 codons from these 3 ന്യൂക്ലിയോടൈഡ്. അതായത് നമുക്ക് മൊത്തം 4 ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ഇതിനെ 3 വീതം എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇക്വേഷൻ വെച്ച് നമുക്ക് നോക്കിക്കേ, 4⁻³ ടൈംസ് വി ക്യാൻ അറേഞ്ച്. സോ ഇറ്റ് വിൽ ബി 4 × 4 × 4, ദാറ്റ് വിൽ ബി 64 ടൈപ്സ്, അല്ലെങ്കിൽ 64 വേസിൽ നമുക്ക് ഈ 4 ന്യൂക്ലിയോടൈഡിനെ 3 ന്യൂക്ലിയോടൈഡിന്റെ കോമ്പിനേഷൻസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ.
പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദേ ജസ്റ്റ് ചെക്ക്ഡ് 1 ന്യൂക്ലിയോടൈഡ് ഒരു അമിനോ ആസിഡിന് കോഡ് ചെയ്യണമെങ്കിൽ ആകെ നമുക്ക് 4 അമിനോ ആസിഡ് കിട്ടുള്ളൂ. ഇനി രണ്ട് ന്യൂക്ലിയോടൈഡ് ആണ് ഒരു ജനറ്റിക് കോഡ് അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോഡോൺ എന്നുണ്ടെങ്കിൽ അതിന്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ചാൽ 4:2 കോമ്പിനേഷൻസേ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ 16 അമിനോ ആസിഡിനെ അതിന് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് എത്ര അമിനോ ആസിഡ് ഉണ്ട്? 20 അമിനോ ആസിഡ് ഉണ്ട്. പിന്നെ അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 കോഡോൺസ്, 3 ന്യൂക്ലിയോടൈഡ്സ് കൂടിയിട്ടുള്ള ഒരു സിംഗിൾ കോഡോൺ ദാറ്റ് ക്യാൻ റെപ്രസെന്റ് എ സിംഗിൾ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ that will be having around 64 different combinations. അപ്പൊ ഇതാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. അതായത് according to permutation combination at least 3 nucleotides are needed for coding single amino acid. So one genetic codon will be having a combination of 3 nucleotide. അപ്പൊ ദാ ഇതൊരു combination of 3 nucleotide it gives 1 codon. അപ്പൊ ഇതൊരു കോഡോൺ ആണ്, ഇതൊരു കോഡോൺ ആണ്, ദാ ഇതൊരു കോഡോൺ ആണ്, ഇതൊരു കോഡോൺ ആണ്, ഇതൊരു കോഡോൺ ആണ്. See here, നമുക്ക് അങ്ങനെ 3 ന്യൂക്ലിയോടൈഡിനെ വെച്ച് ഓരോരോ കോഡോൺ ആയിട്ട് നമുക്ക് കിട്ടും. ഓരോരോ കോഡോൺ എത്ര അമിനോ ആസിഡിനെ കോഡ് ചെയ്യും? ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. സോ ഹിയർ ഇഫ് യു സീ ഇതിപ്പോ എത്ര അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ പാകത്തിനുണ്ട്? 1 2 3 4 5 6 7 8 8 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ന്യൂക്ലിയോടൈഡ് ഇവിടെ വേണം നോക്കിക്കേ. See here, 8 into 3 24 nucleotides it is needed for coding for 8 amino acid. ഇനി നിങ്ങൾ നോക്കിയാൽ see here, നമുക്ക് ആകെ 20 അമിനോ ആസിഡ്സ് മതി അല്ലേ? 20 അമിനോ ആസിഡ് മതി. 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 64 കോഡോൺസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് they conducted several experiments related to this to prove the genetic codon. Each codon it represent which amino acid. ഓരോ കോഡോണും ഏത് അമിനോ ആസിഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവര് ചില കെമിക്കൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തു. ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഹർഗോബിന്ദ് ഖൊറാന. ഓക്കെ, ഹർഗോബിന്ദ് ഖൊറാന. ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇദ്ദേഹം he made the homopolymers and copolymers of nucleotide. അതായത് ഇപ്പൊ യു അങ്ങനെ പറഞ്ഞ് 3 ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ UUC എങ്ങനെ പറയുന്ന ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത്, അതായത് homopolymers and copolymers of nucleotide combination he made synthetically. അത് സിന്തറ്റിക്കലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എ സെൽ ഫ്രീ സിസ്റ്റം വാസ് നീഡഡ്. സെൽ ഫ്രീ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇനെ ടെസ്റ്റ് ചെയ്യും. സെൽ ഫ്രീ സിസ്റ്റത്തില് ഇങ്ങനെ ഒരു കോമ്പിനേഷൻസിന്റെ പോസിബിലിറ്റി ദാറ്റ് വാസ് ഡൺ ബൈ മാർഷൽ നിരൻബർഗ്. മാർഷൽ നിരൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് സെൽ ഫ്രീ സിസ്റ്റത്തിൽ ഈ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുത്തത്. സോ സെൽ ഫ്രീ സിസ്റ്റം ഇൻ ദിസ് വാസ് ഡൺ ബൈ മാർഷൽ നിരൻബർഗ്. ഓക്കെ, ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എൻസൈം വേണം. ദാറ്റ് എൻസൈം ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ആഡിങ് ഈച്ച് polynucleotide, each nucleotide to make a polynucleotide. So or the phosphorylation process, for that some enzyme it is required. That was done by the scientist Severo Okawa. An enzyme which is needed for polynucleotide phosphorylase. Polynucleotide phosphorylase. ഈ ഒരു സയന്റിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവര് ഇങ്ങനെ ഒരു സംഗതി സെൽ ഫ്രീ സിസ്റ്റത്തിൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ 3 സയന്റിസ്റ്റ് കൂടിയിട്ടാണ് ഇതിന്റെ പ്രൂഫ് ചെയ്തെടുത്തത്. അതായത് ജോർജ് ഗാമോ എന്ന് പറയുന്ന ഫിസിസിസ്റ്റ് പറഞ്ഞു അറ്റ്ലീസ്റ്റ് 3 ന്യൂക്ലിയോടൈഡിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് 20 തരത്തിലുള്ള അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ജനറ്റിക് കോഡോൺസ് 64 തരത്തിലുണ്ടാവും. ഈ 64 തരത്തിലുള്ള കോഡോൺസ് കൂടിയിട്ട് ആകെ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ 20 അമിനോ ആസിഡ് ഓരോ അമിനോ ആസിഡിനെ ഏതൊക്കെ ജനറ്റിക് കോഡോൺസ് ആണ് കോഡ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില വേറെ കുറെ സയന്റിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ടി വന്നു. സോ ദ പ്രൂഫ് ഇറ്റ് വാസ് ഡൺ ബൈ കെമിക്കലി സിന്തസൈസിങ് ദ homopolymers and copolymers of nucleotide. Homopolymersum copolymersum
കെമിക്കലി സിന്തസൈസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഹർഗോബിൻ ഖൊറാന. അദ്ദേഹമാണ് കെമിക്കൽ ഏത് സിന്തസൈസ് ചെയ്തത്. കെമിക്കലി സിന്തസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഫ്രീ സിസ്റ്റത്തിൽ ടെസ്റ്റ് ട്യൂബിൽ സിന്തസൈസ് ചെയ്യാന്നാണ്. That was done by Marshall Nirenberg. മാർഷൽ നിരൻബർഗ് ആണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് അതിനെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്ത് നിന്ന്. അതേപോലെ തന്നെ പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എൻസൈം എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഈ സെൽ ഫ്രീ സിസ്റ്റത്തിലെ ഈ ഹോമോപോളിമേഴ്സിനെയും അതുപോലെ തന്നെ കോപോളിമേഴ്സിനെയും ഒക്കെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത എൻസൈം. ആ എൻസൈമിനെ നമ്മൾ സെവീറോ ഒക്കോവ എൻസൈം എന്നും പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെവീറോ ഒക്കോവ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന എൻസൈം പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എൻസൈം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇങ്ങനെ ഇവരെ കെമിക്കലി പ്രൂവ് ചെയ്തു. ഓരോ അമിനോ ആസിഡ് ഓരോ ജനറ്റിക് കോഡോൺ ഉണ്ടാക്കുന്ന പ്രൂവ് ചെയ്തു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. 61 ജനറ്റിക് കോഡോൺസ് മാത്രമാണ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുള്ളൂ. 61 ജനറ്റിക് കോഡോൺസ് കോഡ് code for amino acid, and three genetic codons it will code for the termination or the stop codon. ഇത് സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 3 സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ആ 3 സ്റ്റോപ്പ് കോഡോണിനെ റെക്കഗ്നൈസ് ചെയ്യാൻ tRNAക്ക് ആന്റി കോഡോണും ഇല്ല. അതേപോലെ തന്നെ ആ tRNA സ്റ്റോപ്പ് കോഡോണിനെ കണ്ട ഒരു അമിനോ ആസിഡിനെ അവിടെ കൊണ്ട് വെക്കുന്നുമില്ല എന്ന് പറഞ്ഞ three codons which was not able to indicate or it was not able to decode any amino acid. ഒരു അമിനോ ആസിഡിനെ ഡീകോഡ് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കോഡോണിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പ് കോഡോൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ജനറ്റിക് കോഡോൺ ഡെസിഫർ ചെയ്ത് എടുത്തത് ഇത്രയും സയന്റിസ്റ്റിന്റെ എഫേർട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സയന്റിസ്റ്റ് ജോർജ് ഗാമോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അതിന് ആ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ച് എത്ര ന്യൂക്ലിയോടൈഡ് വേണം ഒരു ജനറ്റിക് കോഡോൺ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ച്. അതേപോലെ ഈ 3 സയന്റിസ്റ്റിന്റെ ഹെൽപ്പ് കൊണ്ടാണ് ഹർഗോബിൻ ഖൊറാന, മാർഷൽ നിരൻബർഗ്, അതുപോലെ സെവീറോ ഒക്കോവ എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ്. ഇവര് 3 പേരും കൂടി കൂടിയിട്ടാണ് ഈ പറയുന്ന ജനറ്റിക് കോഡോണിനെ എല്ലാം ഡെസിഫർ ചെയ്ത് ഓരോ ജനറ്റിക് കോഡോണും ഏത് അമിനോ ആസിഡ് ആണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ 3 ജനറ്റിക് കോഡോൺ ഇറ്റ് ഈസ് നോട്ട് റെപ്രസെന്റിങ് എൻ അമിനോ ആസിഡ്, സോ ഇറ്റ് ആക്ട് ആസ് എ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറഞ്ഞത് ഈ 3 സയന്റിസ്റ്റ് കൂടിയിട്ടാണ്. ഇവര് 3 പേരും കൂടി കൂടിയിട്ട് ഒരു ചെക്കർ ബോർഡ് ഡിസൈൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ചെക്കർ ബോർഡ് ഉണ്ടാക്കിയെടുത്തു വിത്ത് ദ കെമിക്കൽ പ്രൂഫ്. ഓക്കെ, ആ ചെക്കർ ബോർഡ് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഡിഫറെന്റ് കോഡോൺസ് ഫോർ വേരിയസ് അമിനോ ആസിഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ ആ 3 സയന്റിസ്റ്റ് കൂടിയിട്ട് അതിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ് വഴി ഓരോ ജനറ്റിക് കോഡോണും ഏതൊക്കെ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത് ഇതെല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് അവരൊരു ചെക്കർ ബോർഡ് ഡിസൈൻ ചെയ്തു. ദാറ്റ് ചെക്കർ ബോർഡ് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ അസ് ടു റൈറ്റ്. പിന്നെ അത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അമിനോ ആസിഡിന്റെ ഓർഡർ, അതായത് ഫിനൈലാലനിൻ, ലൂസിൻ, ഐസോലൂസിൻ, മെത്തിയനിൻ, വാലിൻ, ഇത് കുറച്ച് പ്രാവശ്യം നമ്മളിങ്ങനെ ഈ ടേബിൾ ഒന്ന് നോക്കി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് ഒന്നും കൂടി നോക്കി പോകേണ്ട ഒരു ടോപ്പിക്കാണ് ഇത് കേട്ടോ. അതേപോലെ തന്നെ ഇത് മിക്കവാറും ചോദിക്കുന്നതാണ്. ഈ ഇതിനകത്ത് ഏത് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡോൺ ആണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുക. ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് വി വിൽ സീ ദിസ്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിക്കേ, ഇവിടെ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷൻ ദേ ഹാവ് റിട്ടൺ ആസ് UCAG. അതേ ഓർഡറിൽ തന്നെ UCAG എന്ന് ഓരോ കോളത്തിലും എഴുതിയിട്ടുണ്ട്. അതേപോലെ ഓരോ റോയിലും എഴുതിയിട്ടുണ്ട്. അതേപോലെ വി ക്യാൻ സീ ഹിയർ ഇൻ ദ റൈറ്റ് കോർണർ UCAG എന്ന് 4 എണ്ണം കൂടി ഒരൊറ്റ കോളത്തിനകത്ത് 4 റോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് തമ്മിലാണ് മാച്ച് ചെയ്യേണ്ടത്. UUU അത് ദാ ഇവിടെ എഴുതണം. UUC, UUG A and UCAG. ആ ഒരു ഓർഡർ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു 4 ജനറ്റിക് കോഡോൺസ് ഇവിടെ കിട്ടി. ഓരോ കോളത്തിൽ നമുക്ക് 4 ജനറ്റിക് കോഡോൺസ് വെച്ച് നമുക്ക് 64 ജനറ്റിക് കോഡോൺസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്.
ഈ 64 ജനറ്റിക് കോഡോൺസിൽ നമുക്ക് ഓരോന്നിനെയും അവർ ഡെസിഫർ ചെയ്തെടുത്തപ്പോൾ they could understand UUC it code for phenylalanine and it is represented as PHE or F alphabet, and UUA UUG it is leucine and it is represented as LEUL, and again the next column it is completely leucine, that is see here CUU, CUC, CUA, CUG ഇത്രയും കോഡോൺസ് ലൂസിനെ തന്നെയാണ് കോഡ് ചെയ്യുന്നത്. അതേപോലെ ദിസ് വൺ ഇറ്റ് ഈസ് ഐസോലൂസിൻ മൂന്ന് കോഡോൺസ് ഐസോലൂസിനെയാണ് കോഡ് ചെയ്യുന്നത്. അതേപോലെ AUGക്ക് ഒരൊറ്റ കോഡോൺ, AUG എന്ന് പറഞ്ഞ് കോഡ് ചെയ്യുന്ന മെത്യോനിനെയാണ്. മെത്യോനിന് ആ ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ ഒന്നിൽ കൂടുതൽ കോഡോൺ ഇല്ല മെത്യോനിന്, and it is represented as MET or M. And next one it is valine, that is coded by 4 codons. Next one it is serine it is coded by 4 codons. Proline it is coded by 4 codons. Then threonine it is coded by 4 codons. Alanine it is coded by 4 codons. അതേപോലെ ഈ തൈറോസിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 codons ആണ്, UAU and UAC. ഇത് രണ്ടുമാണ് തൈറോസിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then the stop codon it is UAA, UAG. UAA is the stop codon which was found out by another scientist, that is Ocker. Ocker എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് UAA ഒരു സ്റ്റോപ്പ് കോഡോൺ ആണെന്ന് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ UAA-നെ ഓക്കർ എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ UAG that is also a stop codon and it was found out by the scientist Amber. ഓക്കെ, അപ്പൊ ആംബർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച കോഡോൺ UAG ആയതുകൊണ്ട് ആ സ്റ്റോപ്പ് കോഡോണിനെ നമ്മൾ ആംബർ എന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് കോളത്തിൽ 2 ഹിസ്റ്റഡിനെ കോഡ് ചെയ്യുന്ന കോഡോൺസ് ഉണ്ട്. ദെൻ ഗ്ലൂട്ടാമൈനെ കോഡ് ചെയ്യുന്ന 2 കോഡോൺസ് ഉണ്ട്. ഗ്ലൂട്ടാമൈനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫബറ്റിക് ലെറ്റർ എന്ന് പറയുന്ന Q ആണ് കേട്ടോ. അതുപോലെ അസ്പരാജിനെ കോഡ് ചെയ്യുന്ന ഒരു 2 കോഡോൺ ഉണ്ട്, ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ N. അതേപോലെ ലൈസിനെ കോഡ് ചെയ്യുന്ന 2 കോഡോൺസ് ഉണ്ട്, അതിന് K എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Aspartic acid it is represented by 2 codons and it is represented by the letter D. Glutamic acid is represented by E, അതിനും 2 codons ഉണ്ട്. അതുപോലെ cysteine it is coded by 2 codons and it is represented by the letter C. And UGA that is another stop codon. Stop codon 3 എണ്ണാണ് ഉള്ളത്. സ്റ്റോപ്പ് കോഡോൺസ് വന്നിട്ട് are UAA, UAG and UGA. UAA it was found out by the scientist Ocker. UAG it was found out by the scientist Amber, and UGA it was found out by the scientist Opal. Okay, so here a 3 സയന്റിസ്റ്റ് ആംബർ, ഓക്കർ, ഒപ്പാൽ അല്ലെങ്കിൽ ഓക്കർ, ആംബർ, ഒപ്പാൽ എന്ന് പറയുന്ന 3 സയന്റിസ്റ്റ് ആണ് 3 കോഡോൺ സ്റ്റോപ്പ് കോഡോൺസിനെ കണ്ടുപിടിച്ച UAA, UAG, UGA. അത് ഓർത്തിരുന്നോളാം കേട്ടോ. അപ്പൊ UGA എന്ന് പറയുന്ന വേറൊരു സ്റ്റോപ്പ് കോഡോൺ ആണ്. അതേപോലെ ട്രിപ്റ്റോഫാനെ കോഡ് ചെയ്യുന്ന ഒറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ W ആണ് കേട്ടോ. ട്രിപ്റ്റോഫാനെ കോഡ് ചെയ്യുന്ന ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ. മെത്യോനിനെ കോഡ് ചെയ്യാനും ഒരു കോഡോൺ മാത്രമേ ഉള്ളൂ. Then next one arginine. Arginine it is coded by 4 plus 2. 6 കോഡോൺസ് ആർജിനൈനെ കോഡ് ചെയ്യുന്നുണ്ട്, that is represented by the letter R. അതുപോലെ സെറിന് ഓൾറെഡി 4 കോഡോൺസ് ഇവിടെ ഉണ്ട്, പിന്നെ 2 കോഡോണും കൂടെ സെറിനെ കോഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ S. അപ്പൊ 6 കോഡോൺസ് ഉണ്ട് സെറിന്. പിന്നെ ഗ്ലൈസിൻ ഇറ്റ് ഈസ് കോഡഡ് ബൈ 4 കോഡോൺസ്. 4 കോഡോൺസ് ആണ് ഗ്ലൈസിനെ കോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ സലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ജനറ്റിക് കോഡോൺ. വി ക്യാൻ സി codon 61 codons ഉണ്ട് which is coding for 20 amino acid അല്ലേ. 20 amino acidനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 61 codons ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡിനെ തന്നെ പല കോഡോൺസും കോഡ് ചെയ്യുന്നുണ്ട്. സോ 1 codon but a single codon it will code only for single amino acid. എപ്പോഴും AUG എന്ന് പറയുന്ന ഒരു കോഡോൺ ഉണ്ടെങ്കിൽ അത് മെത്യോനിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ, വേറെ ഒന്നിനും കോഡ് ചെയ്യില്ല. അപ്പൊ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ കുറെ സലിയൻ ഫീച്ചേഴ്സ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഇവിടെ എഴുതുന്നില്ല, അതേ പോയിന്റ്സ് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്, അതുകൊണ്ടൊന്ന് നോക്കിക്കോ. See here the codon is triplet. 61 codons it is code for amino acid, 3 codons it is code for stop codon. Stop codons are UAA, UAG, UGA. It is represented as ochre, amber and opal. Okay, then
one codon it code for only one amino acid. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിന് മാത്രമേ എപ്പോഴും കോഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരു അമിനോ ആസിഡിന് ഒരുപാട് കോഡോൺ കോഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ കോഡോൺ ഫിനൈലാലനിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഫിനൈലാലനിനെ പല കോഡോൺസും കോഡ് ചെയ്യുന്നുണ്ട്. 2 കോഡോൺസ് ഫിനൈലാലനിനെ കോഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ദ കോഡോൺസ് ആർ അൺആംബിഗ്യസ് ഓർ സ്പെസിഫിക്. കോഡോൺസ് അൺആംബിഗ്യസ് അല്ലെങ്കിൽ സ്പെസിഫിക് ആണ്. അതുപോലെ സം അമിനോ ആസിഡ് ഇറ്റ് ഈസ് കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. സം അമിനോ ആസിഡ് എന്നല്ല, മോസ്റ്റ് ഓഫ് ദ amino acid it is coded by more than 1 codon. That show the degeneracy of the or degenerate. The code is degenerate എന്ന് പറയാം. അതായത് കോഡ് ഡീജനറേറ്റ് ചെയ്ത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, UUU it code for phenylalanine, UUC is also coding for phenylalanine എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ 2 ന്യൂക്ലിയോടൈഡ് ഒരുപോലെയാണ്, പക്ഷെ മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പോ this show even though the third nucleotide it is showing some difference in the genetic codon, tRNA can bring the correct amino acid in both the cases. 2 കേസിനെയും tRNAക്ക് ഒരേപോലെ നമുക്ക് tRNAക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന പേരാണ് വോബിൾ ഹൈപ്പോത്തസിസ്. വോബിൾ ഹൈപ്പോത്തസിസില് ആ ഡീജനറസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. The third nucleotide in a single codon, it can be varied, or even if it is varying, the tRNA it can read that particular codon with its anticodon. അവരെ ആന്റികോഡോൺ വെച്ച് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, tRNAയുടെ ആ ആന്റികോഡോൺസ് ഉണ്ടല്ലോ, ആ ആന്റികോഡോൺസ് 20 തരത്തിലുള്ള അമിനോ ആസിഡ് കോഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ 61 തരത്തിലുള്ള tRNA ഇല്ല, 61 തരത്തിലുള്ള ആന്റികോഡോൺ ഉള്ള tRNA ഇല്ല, 20 തരത്തിലുള്ള ആന്റികോഡോണുള്ള tRNA ഉള്ളൂ. അപ്പൊ നോക്കിക്കേ, ഇത് UUU എന്ന് പറയുന്നതിന് ആന്റികോഡോൺ AA ആണ് ഇരിക്കുന്നതെങ്കിൽ അതിന് UUUനെ റെക്കഗ്നൈസ് ചെയ്യാം, UUCനെയും റെക്കഗ്നൈസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ലാസ്റ്റ് ആന്റികോഡോണിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ട്രാൻസ്ലേഷന്റെ സമയത്ത് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. സോ ഇറ്റ് ഷോ ദ ഡീജനറസി ആൻഡ് വോബിൾ ഹൈപ്പോത്തസിസ്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ദ സയന്റിസ്റ്റ് ക്രിക്ക്. ഇത് പ്രപ്പോസ് ചെയ്തത് ക്രിക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നൗ ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കിയാല് mRNA ദ കോഡോൺസ് ഇറ്റ് വിൽ ബി റെഡ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് എനി പങ്ക്ച്വേഷൻ, വിത്തൗട്ട് എനി ഗ്യാപ്പ്. നമ്മൾ പറഞ്ഞ AUGC, AUG, CAU അങ്ങനെ ഓരോ ജനറ്റിക് കോഡോണും റീഡ് ചെയ്യുമ്പോൾ അതിലൊരു ഗ്യാപ്പും ഇല്ല, ഒരു പങ്ക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെയാണ് റീഡ് ചെയ്യുന്നത്. അതേപോലെ ദ കോഡോൺ ഈസ് ഓൾവേസ് യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കേസ് നോക്കിയാലും ചില ഏതൊരു യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കേസ് നോക്കിയാലും രണ്ടിനകത്തും UUU ഇറ്റ് വിൽ ബി റെപ്രസെന്റിങ് ഫിനൈലാലനിൻ ഓൺലി. UUU എന്ന് പറയുന്ന ഫിനൈലാലനിനെ തന്നെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം UCU it represent always serine in all the living organism. So we can say the genetic codon it is universal. പക്ഷെ ഇവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് AUG it code for methionine in the case of eukaryote, but in the case of prokaryotic organism N-formyl methionine. കുറച്ച് എക്സെപ്ഷൻസ് ഞാൻ പറയാം. സാധാരണ എക്സെപ്ഷൻസ് കാണുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അത് കാരണം ഈ മെത്തിയോനിൻ എന്നൊക്കെ പറയുന്നത് സ്റ്റാർട്ട് കോഡോൺ ആണ്. ഈ AUG ഇറ്റ് ഈസ് കോഡിങ് ഫോർ മെത്തിയോനിൻ ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ആസ് സ്റ്റാർട്ട് കോഡോൺ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോക്യാരിയോട്ടിന്റെ കേസിൽ സ്റ്റാർട്ട് കോഡോൺ മെത്തിയോനിനെ ആ അമിനോ ആസിഡിനെയൊക്കെ പ്രോട്ടീനെയൊക്കെ പൊട്ടിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാണ് FMET എന്ന് പറയുന്നത്. അതായത് ഫോർമൈൽ മെത്തിയോനിൻ ആണ് അവിടെ ആഡ് ചെയ്യുന്നത്, സിമ്പിൾ മെത്തിയോനിൻ അല്ല. അതാണ് ഒരു ഡിഫറൻസ് AUG പ്രോക്യാരിയോട്ടിൽ ഒരു ഡിഫറൻസ്. പിന്നെ നമ്മൾ നോക്കിയാൽ മൈറ്റോകോൺട്രിയയില് ഈ പറയുന്ന ജനറ്റിക് കോഡോണ് ചില വേരിയേഷൻസ് കാണിക്കാറുണ്ട്. അതേപോലെ ചില പ്രോട്ടോസോവയില് ജനറ്റിക് കോഡോൺസ് വേരിയേഷൻസ് കാണിക്കാറുണ്ട്. അപ്പൊ യൂണിവേഴ്സൽ ജനറ്റിക് കോഡോൺ ഈസ് യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് വിത്തൗട്ട് സം എക്സെപ്ഷൻസ് ഓർ എക്സെപ്റ്റ് സം എക്സെപ്ഷൻസ്. കുറച്ച്
എക്സെപ്ഷൻസ് ഉണ്ട്, അത് മൈറ്റോകോൺട്രിയൽ ജെയിലിനും അതേപോലെ ചില പ്രോട്ടോസോവയിലുമാണ്. ഞാനത് പറഞ്ഞുതരാം, ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ് വി വിൽ സീ ദിസ്. So AUG, it is also code for the starter as well as the methionine amino acid. ഇനി നമുക്ക് കുറച്ച് സീക്വൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. AUG, UUU, UUC, UUC, UUU, UUC. AUG it code for methionine. In the case of prokaryotic organism, it will be coding for formyl methionine. It will be coding for formyl methionine. അതുപോലെ UU that code for phenylalanine. UUC code for phenylalanine. UUC code for phenylalanine. UUU code for phenylalanine. UUU again code for phenylalanine and UUC again code for phenylalanine. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അമിനോ ആസിഡിന്റെ ഒരു സീക്വൻസ് കണ്ട, മെത്തിയോനിൻ, ഫിനൈലാലനിൻ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അമിനോ ആസിഡിന്റെ സീക്വൻസ് ആണ് കിട്ടിയേക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ ജനറ്റിക് കോഡോൺ ആക്കി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടില്ല, വലിയ എറേഴ്സ് ഒന്നും ഇല്ലാതെ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ UUU എന്നുള്ളതിന് UUC എന്ന് എഴുതിയാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. അങ്ങനെ നമുക്ക് രണ്ട് തരത്തിലേക്കും ഇന്റർ കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. ഡെസിഫറിംഗ് ദ ന്യൂക്ലിയോടൈഡ് ഇൻ ടു അമിനോ ആസിഡ് ആൻഡ് അമിനോ ആസിഡ് ടു nucleotide or genetic codon, it is not that difficult as we know the genetic codon of each amino acid. അല്ലേ, ഇനി നമ്മൾ കുറച്ച് എക്സെപ്ഷൻസ് നോക്കിക്കോ. മൈറ്റോകോൺട്രിയ ഇറ്റ് യൂസ് UGA to encode tryptophan. ശരിക്കും UGA എന്തായിട്ടായിരുന്നു ഇവിടെ ആക്ട് ചെയ്യുന്നത്? ഒപ്പാൽ ഓർ സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഞാനിവിടുത്തെ ഞാൻ ആ ബോർഡിൽ എഴുതിയത് കുറച്ച് മേലെ ആയിപ്പോയി അല്ലേ. ഐ തിങ്ക് യു കനോട്ട് സി. ഞാൻ അവിടെ എഴുതിയായിരുന്നത്, ഞാൻ ഈ ടേബിൾ മായ്ക്കട്ടെ. ടേബിൾ മായ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു സി. Wobble hypothesis it is proposed by Crick. Wobble hypothesis നമ്മൾ എന്താ പറഞ്ഞത്? അവസാനത്തെ കോഡോൺ കുറച്ച് ചേഞ്ച് ആയാലും tRNAക്ക് അത് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? സ്റ്റോപ്പ് കോഡോൺ. സ്റ്റോപ്പ് കോഡോൺസ് 3 തരത്തിലുണ്ട്: UAA, UAG, UGA. ഇതിനകത്ത് UAAക്ക് പറയുന്ന പേരാണ് ഓക്കർ, UAG is amber and UGA is opal. ഓക്കെ, ഇതാണ് 3 സ്റ്റോപ്പ് കോഡോൺസ് വന്നിട്ട്. ഇനി നമ്മൾ ഇതിന്റെ എക്സെപ്ഷൻസ്, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ എക്സെപ്ഷൻസ് ഒന്ന് പറഞ്ഞുതരാം. മൈറ്റോകോൺട്രിയയിലുള്ള ചില ജീൻസ് ദാറ്റ് ഈസ് UGA, ഇറ്റ് എൻകോഡ് ട്രിപ്റ്റോഫാൻ. ശരിക്കും ട്രിപ്റ്റോഫാനെ എൻകോഡ് ചെയ്യുന്നത് ഏതായിരുന്നു? UAU അല്ലെങ്കിൽ UAC ആയിരുന്നു, അല്ലെ. പക്ഷെ UGA എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ശരിക്കും എന്താണ്? സ്റ്റോപ്പ് കോഡോൺ ആണ്. പക്ഷെ മൈറ്റോകോൺട്രിയ in that UGA it represents tryptophan. UGA it represents tryptophan. Then if you see animal mitochondria, AUA it is used for methionine. Animals ന്റെ ഉള്ളിലെ മൈറ്റോകോൺട്രിയയിലെ AUA എന്തിനെ കോഡ് ചെയ്യുന്നത്? മെത്തിയോനിനെയാണ് കോഡ് ചെയ്യുന്നത്. AUA it is coding for methionine. Actually AUA എന്തിനെയാണ് കോഡ് ചെയ്യുന്നത്? ശരിക്കും AUA it is coding for the isoleucine. Isoleucine കോഡ് ചെയ്യുന്ന ഒരു see here കോഡ് ചെയ്യുന്ന കോഡോൺ ആണ് AUA എന്ന് പറയുന്നത്. പക്ഷെ ആനിമൽ മൈറ്റോകോൺട്രിയയിലെ AUA കോഡ് ചെയ്യുന്ന എന്തിനാണ്? മെത്തിയോനിനെയാണ് കേട്ടോ. അതേപോലെ തന്നെ എല്ലാ വെർട്ടിബ്രേറ്റിലും AGA and AGG it is AGA and AGG it code for stop codon. എല്ലാ വെർട്ടിബ്രേറ്റ് മൈറ്റോകോൺട്രിയ വെർട്ടിബ്രേറ്റ് മൈറ്റോകോൺട്രിയയില് AGAയും AGGയും കോഡ് ചെയ്യുന്ന എന്തിനാണ്? ചെയിൻ ടെർമിനേറ്റർ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോണിനെയാണ് കോഡ് ചെയ്യുന്നത്. ശരിക്കും AGAയും AGG എന്തിനെ കോഡ് ചെയ്യുന്ന? അർജിനൈനെയാണ് കേട്ടോ. അർജിനൈനെ കോഡ് ചെയ്യുന്ന 2 കോഡോണാണ്.
എവിടെ നമ്മൾ എഴുതിയത് അത് മാച്ച് കളഞ്ഞു. ഓക്കെ, അർജിനൈനെ കോഡ് ചെയ്യുന്നതാണ് AGA AGG, പക്ഷെ ഇവിടെ അത് രണ്ടിനും കോഡ് ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റോപ്പ് കോഡോണ്ടാണ് കോഡ് ചെയ്യുന്നത്. അതുപോലെ UAE UAG ഇറ്റ് ഈസ് കോഡ് ഫോർ ഗ്ലൂട്ടാമൈൻ. UAA ഇൻ ദ കേസ് ഓഫ് പ്രോട്ടോസോവ. പ്രോട്ടോസോവയിലും കുറച്ച് എക്സെപ്ഷൻസ് പറഞ്ഞില്ലേ? പ്രോട്ടോസോവയിലുള്ള എക്സെപ്ഷൻ ആണ് UAA ആൻഡ് UAG. ഇറ്റ് ഈസ് കോഡിംഗ് ഫോർ ഗ്ലൂട്ടാമൈൻ. ഇത് രണ്ടും എന്താണ്? ശരിക്കും സ്റ്റോപ്പ് കോഡോൺ ആണ് കേട്ടോ. ഇതൊക്കെയാണ് കുറച്ച് എക്സെപ്ഷൻസ് എന്ന് പറയാനുള്ളത്. ഈ എക്സെപ്ഷൻസ് അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് ഓർത്തിരുന്നോ, അത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എക്സെപ്റ്റ് സം എക്സെപ്ഷൻസ് ദർ ആർ all the genetic codon it will be universal എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ എക്സെപ്ഷൻസ് അവിടെ ഒരു വാക്ക് കൊടുത്തേക്കണോണ്ട് ഇഫ് ദേ ആർ ആസ്കിങ് വിച്ച് ആർ ദ എക്സെപ്ഷൻസ്, സാധാരണ എക്സെപ്ഷൻസ് കാണുന്ന മൈറ്റോകോൺഡ്രിയൽ ജീനിലും അതേപോലെ തന്നെ പ്രോട്ടോസോവയുടെ കേസിലുമാണ്. മൈറ്റോകോൺഡ്രിയൽ ജീനിലുള്ള എക്സെപ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞ മൈറ്റോകോൺഡ്രിയൽ UGA. അത് ശരിക്കും ഒരു സ്റ്റോപ്പ് കോഡോൺ ആണ്, പക്ഷേ മൈറ്റോകോൺഡ്രിയയിലെ UGA കോഡ് ചെയ്യുന്ന ട്രിപ്റ്റോഫാനെയാണ്. അതുപോലെ ആനിമൽ മൈറ്റോകോൺഡ്രിയയിലെ AUA എന്ന് പറയുന്നത് കോഡ് ചെയ്യുന്ന മെത്യോനിനെയാണ്. ശരിക്കും അത് എന്തിനെ കോഡ് ചെയ്യുന്നതായിരുന്നു? ഐസോലൂസിനെ കോഡ് ചെയ്യുന്നതായിരുന്നു. അതേപോലെ വെർട്ടിബ്രേറ്റ് മൈറ്റോകോൺഡ്രിയയിലെ AGA ആൻഡ് AGG അത് രണ്ടും കോഡ് ചെയ്യുന്ന അർജിനൈനെയാണ്. പക്ഷെ ഇതിനകത്ത് അത് സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ പ്രോട്ടോസോവയിലെ UAA ആൻഡ് UAG ഇത് രണ്ടും സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് ശരിക്കും ആക്ട് ചെയ്യുന്നത്, പക്ഷെ പ്രോട്ടോസോവയിൽ അത് ഗ്ലൂട്ടാമൈനാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ ഈ വോബിൾ ഹൈപ്പോത്തസിസ് ഓർത്തിരുന്നോളാം, സ്റ്റോപ്പ് കോഡോൺസ് ഓർത്തിരുന്നോളാം. ഇത്രയൊക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് പഠിക്കാനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഇപ്പൊ UCC കോഡ് ഫോർ വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ UCAG ഇങ്ങനെയല്ല എഴുതി വെക്കുന്നത്. അപ്പൊ where it will come ഏകദേശം ആ അതിന്റെ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അത് ഏത് കോളത്തിൽ വരുന്നത് മനസ്സിലാവും. ഈ കോളത്തിൽ അതിന്റെ ഓരോ ഓർഡറിൽ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അത് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ UCC എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡ് കോളത്തില് ഫസ്റ്റ് റോയിൽ വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം and here also it will be in the second position. അങ്ങനെ ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. അതേപോലെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോ അമിനോ ഓർഡർ നമ്മൾ കാണാതെ പഠിക്കല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഫിനൈൽ അലനിൻ, ലൂസിൻ, ഐസോലൂസിൻ, മെത്യോനിൻ, വാലിൻ, സെറിൻ, പ്രോലിൻ, ത്രിയോനിൻ, ആർജിനിൻ, അങ്ങനെ ഓരോരോ ആ ഓർഡറിൽ പഠിക്കുക. അതേപോലെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് വെക്കുക, ആ ടേബിൾ ഒന്ന് പിക്ചറൈസ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പണ്ടൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് നമുക്ക് വരച്ചിടാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇല്ലാന്ന് പറയുന്നുണ്ട്. അപ്പൊ സമയം കിട്ടുന്ന കുട്ടികള് OMR ഷീറ്റ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ്, OMR ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങാനുള്ള സമയം ആവുന്നതിന് മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ്, ഓപ്പൺ ചെയ്യാനൊരു ബെല്ല് കൊടുക്കുന്നതിന് മുമ്പ് ഈ ടേബിൾ ഒന്ന് വരച്ചിട്ടാൽ ഷുവറായിട്ട് നമുക്ക് ഒരു 4 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ us ടു ജസ്റ്റ് ടേക്ക് കോപ്പി ആൻഡ് ഡു ദിസ്. അന്നേരം ഈ പറയുന്ന മാതിരി പ്രോലിൻ P അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം P റെപ്രസെന്റ് ചെയ്യുന്ന പ്രോലിനെയാണ്. അപ്പൊ നമ്മൾ ആ കോഡോൺ എഴുതി വെച്ച് P എന്ന് എഴുതി വെച്ചാൽ മതി. അത് ഒരുപാട് സമയം എടുക്കില്ല, 2 മിനിറ്റ് എടുക്കുള്ളൂ അങ്ങനെ ഒരു ആ ടേബിൾ മുഴുവൻ വരച്ചു വെക്കാനായിട്ട് കേട്ടോ. സോ ദാറ്റ് യു ക്യാൻ സേവ് ദ ടൈം വെൻ യു ഡു ദ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് കമ്മിങ് ഫ്രം ദിസ്. ഇനി നമുക്ക് അടുത്തതിനകത്ത് പഠിക്കാനുള്ള മ്യൂട്ടേഷൻ ഓഫ് ജനറ്റിക് കോഡാണ്. ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ.